ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പെരിങ്ങോട്ടുകരത്തെ വിഷയം തന്നെയാണ്. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് പെരിങ്ങോട്ടുകരത്തെ വിഷയം. പെരിങ്ങോട്ടുകര ഉണ്ണിസ്വാമിയുടെ എന്താ പറയുക ദേവസ്ഥാനം, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന എന്താ പറയുക അമ്പലത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിശേഷമാണ് ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിനെ കൂടെ കൂടുതൽ ക്ലാരിറ്റി വന്നു തുടങ്ങി. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്താണെന്നൊരു പ്രത്യേകത എനിക്കറിയില്ല. ഞാൻ വലിയ രീതിയിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏകദേശം അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ തുടരുമെന്ന സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു സിനിമ വമ്പൻ ഹിറ്റാവുമെന്ന് പറയുന്നത്. കാരണം ഞാൻ മമ്മൂക്കയുടെ ആരാധകനാണ്, വലിയ ഡൈഹാർഡ് ഫാനാണ്. വർഷങ്ങളായിട്ട് 10-40 വർഷത്തിന് മുകളിലായിട്ട് മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാനാണ്. എങ്കിലും ഈ തുടരുമെന്ന സിനിമ വരുന്നതായിട്ടും ഒരു മാസം മുമ്പ് തന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, എൻ്റെ വീഡിയോസിന് വേണമെങ്കിൽ പിന്നിൽ പോയി നോക്കിയാൽ അറിയാൻ സാധിക്കും ആ സിനിമ വലിയ രീതിയിൽ ഹിറ്റാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അന്ന് ആ പറയുന്ന സമയത്ത് തന്നെ മോഹൻലാൽ ഫാൻസിൻ്റെ ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനിമ വിജയിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാസേട്ടനും അതേപോലെ തന്നെ തരുൺ മൂർത്തിയും മാത്രമാണ് സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വീഡിയോസും ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതും എനിക്കത് മുൻകൂട്ടി പറയാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു സിനിമ വിജയിക്കുകയോ പൈസ കിട്ടുമെന്നൊന്നും അറിയില്ല, പക്ഷേ സിനിമ ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല, അതായത് അതിൻ്റെ കഥയും കാര്യങ്ങളൊന്നും അത്രയും നിലവാരത്തിൽ വരില്ല, പൈസ കിട്ടുമെന്ന് നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ അടുത്ത കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസിന് താഴെയും പലരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാര്യത്തിലൊന്നും ഞാൻ വലിയ രീതിയിലൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. നല്ല രീതിയിലുണ്ടായിരുന്ന ആളാണ്. കുറച്ച് ബിസിനസ്സിൻ്റെ വീഴ്ചയിലൊക്കെയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഒന്ന് പൊത്തിപ്പിടിച്ച് കയറി വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കാറുണ്ട് എന്നുള്ളത് വലിയൊരു വാസ്തവം തന്നെയാണ്. അതേപോലെ തന്നെ ആർ സി ബി ഇത്തവണ കപ്പ് എടുക്കുമെന്ന് ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ RCB കപ്പ് എടുത്തു. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയമാണ് ഈ പറഞ്ഞ പോലെ പെരിങ്ങോട്ടുകര ഉണ്ണിസ്വാമി ആയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതിനാരോ കളിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും തെളിവായിട്ട് ഇപ്പോൾ ഉണ്ണിസ്വാമിയുടെ മകൾ ഉണ്ണിമായ എന്ന കുട്ടി പ്രസ് മീറ്റിംഗ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പലരും വിളിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ വേറെ ആളുകളൊക്കെ എനിക്ക് നേരിട്ടല്ലെങ്കിലും പലയിടത്തും വിളിച്ച് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ ആയിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. അത് അവരുടെ വീട്ടിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിന് ആരെങ്കിലും കിട്ടിക്കാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ കുറച്ച് നാളുകളായിട്ട് ഇൻറ്റേർണൽ ഇഷ്യൂസ് അവരുടെ ഫാമിലിയിൽ, കാരണം പണം കോടിക്കണക്കിന് രൂപയാണല്ലോ. അപ്പോൾ കോടിക്കണക്കിന് രൂപ വരുന്ന സമയത്ത് ഇത്രയും കാലം ചേട്ടനനിമാരൊക്കെ അവരുടെ മക്കളൊക്കെ ആയിട്ട് ഒന്നായി നിന്നു. ചേട്ടനനിമാർ ഒരു പ്രശ്നം അവരുണ്ടായിട്ടില്ല ഇത്രയും വർഷം. ചേട്ടൻ്റെ അനിയൻ്റെ മക്കളൊക്കെ വലുതായ സമയത്തും അവരുടെ ഫാമിലി അവരും മരുമക്കളും ഒക്കെ വന്ന സമയത്താണ് എപ്പോഴും നമുക്ക് എല്ലായിടത്തും അങ്ങനെയാണ്. കൂട്ടുകുടുംബം കൂടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ആദ്യം ഒരു സ്വന്തം ചേട്ടനനിമാരാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ മക്കളൊക്കെ ആകുമ്പോൾ ഈഗോസും പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ്